നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് യുദ്ധം ഇപ്പോൾ വേറെ ലെവലിലാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് രാഷ്ട്രീയ എതിരാളികളോട് മാത്രമല്ല, ഒരു വിഭാഗം മാധ്യമങ്ങളോടും കൂടിയാണ് ഏറ്റുമുട്ടുന്നത്. സ്വരാജിനെയും ഇടതുപക്ഷത്തെയും മാത്രം ഒരു ഭാഗത്തും മറ്റെല്ലാവരെയും മറുഭാഗത്തും നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. UDFും BJPയും മാത്രമല്ല, UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്ന PV അൻവറും ഈ പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ട്. നിലമ്പൂരിൽ ഇത്തവണ പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. എം സ്വരാജാണ് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥി. രാഷ്ട്രീയ എതിരാളികളെ കൂടാതെ തനിക്കെതിരെ നടക്കുന്ന മാധ്യമ പ്രചാരണങ്ങളെയും നേരിട്ടാണ് സ്വരാജ് മുന്നോട്ടു പോകുന്നത്. ആര്യാടൻ ഷൗക്കത്താണ് UDFന്റെ പ്രധാന സ്ഥാനാർത്ഥി. പരമ്പരാഗതമായി കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ PV അൻവറിന്റെ എതിർപ്പുകൾ ഷൗക്കത്തിന് വലിയ വെല്ലുവിളിയാണ്. അൻവർ നേരത്തെ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അൻവർ ഇപ്പോൾ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. ഷൗക്കത്ത് തോൽക്കണമെന്ന് പരസ്യമായി പറയുന്ന അൻവറിന്റെ നിലപാടുകൾ നിലമ്പൂരിലെ UDFന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. നിലമ്പൂരിൽ എം സ്വരാജ് വലിയ മുന്നേറ്റം നടത്തുന്നത് കണ്ടതുകൊണ്ടാണ് PV അൻവറിന് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് പരസ്യമായി പറയേണ്ടി വന്നത്. PV അൻവർ ഇല്ലാതെ ഇടതുപക്ഷം നിലമ്പൂരിൽ ജയിക്കുന്നത് അൻവർ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വോട്ടെടുപ്പിന്റെ അവസാന നിമിഷമെങ്കിലും UDF നേതൃത്വം അൻവറുമായി ഒരു ഒത്തുതീർപ്പിൽ എത്തുമെന്നാണ് അൻവറിന്റെ ആളുകൾ കരുതുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞെങ്കിലും UDF ചില ഉറപ്പുകൾ നൽകിയാൽ താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കാൻ അൻവറിന് ഒരു അവസരം ലഭിക്കും. PV അൻവർ UDFന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ആ മുന്നണിയിലുണ്ട്. നേതാക്കളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ PV അൻവറിന്റെ ചില ആവശ്യങ്ങൾ UDF നേതാക്കൾക്ക് പോലും തിരിച്ചടിയായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണം, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് ആഭ്യന്തരമോ വനം വകുപ്പോ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. PV അൻവറിന്റെ ഈ ആവശ്യങ്ങളും UDFനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളും ശരിക്കും ആസ്വദിക്കുന്നത് ഇടതുപക്ഷമാണ്. അൻവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഏറ്റുപിടിച്ച UDFനിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്നാണ് CPM പ്രവർത്തകർ ചോദിക്കുന്നത്. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അൻവറും അൻവറിന്റെ രാഷ്ട്രീയം അവസാനിക്കുമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തുന്നത്. PV അൻവറിന്റെ സാന്നിധ്യം UDFന് ക്ഷീണമാകുമെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ UDFന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് മുഖ്യധാരാ ചാനലുകളാണ്. ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അൻവറിന്റെ ആരോപണങ്ങൾ വലിയ വാർത്തയാക്കിയവർക്ക് ഇപ്പോൾ അൻവർ സതീശനും ഷൗക്കത്തിനുമെതിരെ പറയുന്നത് വിഡ്ഢിത്തവും വാസ്തവ വിരുദ്ധവുമാണ്. അവർ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ച് അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ്. അൻവറിന് മാധ്യമങ്ങൾ ഇടം കൊടുക്കരുത് എന്ന് വരെ ഇപ്പോൾ ചാനൽ അവതാരകർ പറയുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ ദേഷ്യപ്പെട്ടപ്പോൾ അത് ലൈവായി ആഘോഷമാക്കിയവരാണ് ഇവർ എന്നത് രാഷ്ട്രീയ കേരളം മറന്നുപോകരുത്. മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യം, UDFനെതിരെ പറഞ്ഞാൽ അതെല്ലാം വാസ്തവ വിരുദ്ധമെന്ന് പറയുന്നത് തന്നെ ഒരു ഇരട്ടത്താപ്പ് നയമാണ്. ഇത് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂരിൽ UDF പരാജയപ്പെട്ടാൽ തങ്ങൾ ഇതുവരെ സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചതെല്ലാം ജനങ്ങൾക്കിടയിൽ ഏശയില്ല എന്ന് തെളിയിക്കപ്പെടുമെന്ന ഭയമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിലുള്ളത്. സ്വരാജിനെ താഴ്ത്തി കാണിക്കാനും UDF സ്ഥാനാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യാനും ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നിലമ്പൂരിൽ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ
അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് മേലുള്ള ഒരു തിരിച്ചടി കൂടിയായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുക.